ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024-25 അഥവാ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെക്രൗൽ ഫിക്ര വനുജീബ് അൻ നസ്ല. താഴെയുള്ള ഫിക്ര വായിക്കുക. ഫിക്ര എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫാണ്. ഓക്കെ, ഒന്നുകിൽ ഫിക്രയായിരിക്കാം അല്ലെങ്കിൽ മുദക്കിറയായിരിക്കാം. എന്തായാലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യത്തെ സെക്ഷനിൽ വരാറുള്ളത്. അപ്പോൾ അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ തന്നിട്ടുള്ള ഫിക്ര ഒന്ന് വായിച്ചു നോക്കാം. കേരള വിലായത്തും ഫിൽ ഹിന്ദ്. കേരളം ഇന്ത്യയിലെ ഒരു വിലായത്താണെന്ന്, സംസ്ഥാനമാണെന്നാണ് പറയുന്നത്. യഹ്തഫിലു അഹ്ലു കേരള അൽ യോമുൽ അവൽ ഫി ഷഹരി നവംബർ യോമു മീലാദ് കേരള. നവംബർ 1-നാണ് നമ്മൾ കേരള പിറവിയായിട്ട് ആചരിക്കുന്നത്. തൊബിയത്തും കേരള ജമീലത്തൻ ജിദ്ദൻ. ഇവിടുത്തെ തൊബിയ, ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്. ഫിയ അൻഹാറും ഗസീറത്തൻ വ ആബാത്തും കസീഫത്തൻ വജിബാലുൻ ആലിയ. ഇവിടെ എന്താണ്, ഒരുപാട് അൻഹാർ പുഴകളുണ്ട്, അതുപോലെ തന്നെ കാടുകളുണ്ട്, കുന്നുകൾ, വലിയ കുന്നുകളൊക്കെ ഉണ്ട്. അർലുഹ ഹലുറാ, നല്ല പച്ച നിറത്തിലുള്ള ഭൂമിയാണ്. ജിറാഅത്തുഹ അൽ റുസ് വന്നാറജീൽ വൽ ഹലറവാത്ത്. ഇവിടെ എന്താണ്, റുസ് നെല്ല്, അതുപോലെ തന്നെ നാറജീൽ എന്ന് പറഞ്ഞാൽ തേങ്ങ, വഹദറവാത്ത് പച്ചക്കറികൾ, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. യഈഷു നാസു ഫിഹാ ഫി അൽഫിൻ വമഹബ്ബ ഉൽഫിം വമഹബ്ബ. ഇവിടെയുള്ള ആളുകൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ജീവിച്ചു പോരുന്നത്. യുഹിബ് സയ്യാഹുന സിയാറത്ത കേരള. എന്താണ്, എല്ലാവർക്കും കേരളത്തിൽ വിസിറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മത്താ യുഹ്തഫിലു യോമി മീലാദി കേരള. എപ്പോഴാണ് കേരള പിറവി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്? ഒന്നാമത്തേത് നവംബർ 14, യൂനിയു 5, യനായർ 26, നവംബർ 1. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നവംബർ എന്ന് പറഞ്ഞാൽ നവംബർ എന്നാണ് അർത്ഥം. അപ്പോൾ നവംബർ ഏത് ദിവസമാണ് കൂട്ടുകാരെ? നവംബർ 1 അല്ലേ. ഉത്തരം എന്ന് പറയുന്നത് നവംബർ 1 എന്നുള്ള ഈ ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തേത് ബിമസ്വാറത്തു തൊബിയത്ത് കേരള ജമീലത്തൻ. എന്താണ്, ഇവിടുത്തെ ആളുകളുടെ എന്താണ്, കേരളത്തിലെ പ്രകൃതിയിലെ എന്ത് ഭംഗിയാണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി സിയാറത്തി സയ്യാഹീൻ ഉൽഫിം ബൈനൻ നാസി ബിഹുദറത്തിൽ അർലി ബിൽ മഹബത്തി ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ വളരെ സ്നേഹമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഭൂമിയിലെ എന്താണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഭംഗിയുള്ളത്? നല്ല പച്ചപ്പുള്ളതാണ് അല്ലേ, പച്ചപ്പാണ്. ബിഹുദറത്തിൽ അർൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, ഡാഷ് ലൈസമിൻ സിറാത്തി കേരള. കേരളത്തിൽ കൃഷി ചെയ്യുന്നില്ല. ഏതാണ് കൃഷി ചെയ്യാത്തത്? തമ്ര് എന്ന് പറഞ്ഞാൽ കാരക്ക, നാറജീൽ തേങ്ങ, ഹലവാത്ത് പച്ചക്കറികൾ, റുസ് നെല്ല്. ഇതിലേതാണ് കൃഷി ചെയ്യാത്തത്? തമ്രാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ഇതിലെ ബാ ആണ്. ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. നെക്തബ് ജവാബ് സ്വഹീഹ. ശരിയായിട്ടുള്ള ഉത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. യഈഷു അഹ്ലു കേരള ഫിൽ ഉൽഫിൽ മഹബ്ബ അൽ ഹാദ തസ്രീഹു സ്വഹീ അംഹത്ത്. കേരളത്തിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സൊഹി എന്ന് എഴുതി കൊടുക്കുക. സൊഹി ആണ്. ഇനി അടുത്തത് നോക്കൂ. അഞ്ചാമത്തേത് യഹ്തർമിനസ്സി ജം കലിമത്ത് നെഹർ അക്തുബ്ഹ. നെഹർ എന്നതിൻ്റെ ജം എഴുതാനാണ്. ജം എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് അല്ലേ. നെഹർ എന്ന് പറഞ്ഞാൽ പുഴ. അപ്പോൾ പുഴകൾക്ക് അവിടെ പറയുന്നത് എന്താണ്? അൻഹാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അൻഹാർ എന്ന് എഴുതി കൊടുക്കുക. അൻഹാർ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് നമ്മളുടെ അടുത്ത് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് നെക്രൽ കിസ്സ വ നെസ്തഹ്രിജുൽ അഫ്ആലുൽ മാലിയ വൽ മുദാരിയ. ഇവിടെ ഒരു കിസ്സ, ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് എഴുതണം? ഇതിൽ നിന്നും ഇതിലെ പാസ്റ്റ് ടെൻസുകൾ, ഫെയിലുൽ മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസുകൾ. അപ്പോൾ പാസ്റ്റ് ടെൻസുകളും അതുപോലെ തന്നെ ഫീലുൽ മുലാരി പ്രസൻറ്റ് ടെൻസും എഴുതാനാണ്. പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. യസ്ഉനു ബാസിം ഫി ബൈത്തിൻ സ്വൈറ. ബാസിം ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ബൈതുഹു ബിൽ ഇഫത്തിൻ നെഹർ. അവൻ്റെ വീട് എവിടെയാണ്? പുഴയുടെ അരികിലാണ്, പുഴയുടെ തീരത്താണ്. ദാത്ത മസായിൻ കാന ബാസിമുൻ യജ്ലിസു ഫി വാജിഹത്തിൽ ബൈത്ത്. ഒരു ദിവസം ബാസിം അവൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. റാ ബിൻതൻ താരിഫു ഫിൻ നെഹർ. അപ്പോൾ എന്താണ്, ഒരു പെൺകുട്ടി അവിടെ
നെഹ്റ് തരിക്കു എന്ന് പറഞ്ഞാൽ മുങ്ങുക, ഇങ്ങനെ മുങ്ങുന്നതായിട്ട് കണ്ടു. ഫക്കറ ബാസിം മാത അഫ്വൽ, അപ്പോൾ ബാസിം ചിന്തിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. വസബ ഇലൽ മാഹി വ അൻകദഹ, അങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ട് ആ പെൺകുട്ടിയെ രക്ഷിച്ചു. കാലത്ത് ഉമ്മുഹു, എന്നിട്ട് അവൾ ഉമ്മയോട് പറഞ്ഞു നെദ്ഹ ബിഹ ഇൽ മുസ്തഷ്ഫ, നമുക്ക് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള കിസ്സ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുവെക്കണം? ഫീലുൽ മാലിയും മുലാരിയും എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കാം. യസ്കുനു ബാസിം ഫി ബൈത്തിൻ സോയിറ. ഇവിടെ യസ്കുനു എന്നുള്ളതാണ് ഫിയല്. ഇത് ഏതാണ് യസ്കുനു എന്ന് പറയുന്നത്? താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെയാണ് എഴുതേണ്ടത്. ഇതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ പ്രസൻറ്റ്, അല്ലെങ്കിൽ നമുക്കിതിനെ ഫ്യൂച്ചർ എന്നും പറയാം. ഫിയലുൽ മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ യസ്കുനു എന്ന് പറയുന്നത് ഇവിടെ വരും, യസ്കുനു. ഓക്കെ, അടുത്തത് ബൈത്തുഹു ബിൽ ഇഫത്തിൻ നെഹർ, അവൻ്റെ വീട് പുഴയുടെ അരികിലാണ്, അവിടെ ഒന്നുമില്ല. ദാത്ത യോമിൻ കാന ബാസിമുൻ, അവിടെ കാന എന്നുള്ളതുണ്ട്. കാന എന്ന് പറയുന്നത് ആയിരുന്നു, ഒരു ദിവസം വൈകുന്നേരം ബാസിം ആയിരുന്നു. അപ്പോൾ ആയിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അത് ഇവിടെയാണ് എഴുതേണ്ടത്, കാന. ഇനി അടുത്തത് യജ്ലിസു ഫി വാജിഹത്തി. യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുകയായിരുന്നു, ഇരിക്കുകയാണ്. ഓക്കെ, ഇരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലാണ് വരേണ്ടത്. ഇരിക്കുകയാണ് എന്ന് പറയുന്നത് യസ്കുനു, എജ്ലിസു. ഓക്കെ, എജ്ലിസു, ഇതും വരുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി അടുത്തത് റഅ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കാര്യമാണ്, അത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്, റഅ എന്നുള്ളത്. അടുത്തത് തരിക്കു എന്നുള്ളതാണ്. തരിക്കു എന്ന് പറഞ്ഞാൽ മുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതെന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്, തരിക്കു എന്ന് പറയുന്നത്. ഇനി ഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. അപ്പോൾ അവൻ ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഇതിലാണ് എഴുതേണ്ടത്, ഫക്കറ. ഇനി അടുത്തത് ബാസിം മാത അഫ്വൽ, എന്താണ് ഇപ്പോൾ ചെയ്യുക? അവിടെ അഫ്വൽ എന്നുള്ളത് എന്താണ്? ഇപ്പം ചെയ്യേണ്ട കാര്യമാണ് അവൻ ആലോചിക്കുന്നത്. അപ്പോൾ അതും പ്രസൻറ്റ് ടെൻസിലാണ് വേണ്ടത്, അല്ല പാസ്റ്റ് ഫ്യൂച്ചറിലാണുള്ളത്. എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത്. വസബ എന്ന് പറഞ്ഞാൽ അവൻ അതിലേക്ക് ചാടി. അപ്പോൾ ഇത് വരേണ്ടത് ഇവിടെയാണ്, വസബ. ഓക്കെ, ഇനി അടുത്തത് അൻകദഹ എന്നുള്ളതാണ്. അൻകദ എന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം അത് അൻകദ എന്നും ഇവിടെയാണ് എഴുതേണ്ടത്, അൻകദ. ഇനി കാലത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അവൻ്റെ ഉമ്മ പറഞ്ഞു. അപ്പോൾ കാലത്ത് ഉമ്മുഹു, അവൻ്റെ ഉമ്മ പറഞ്ഞു. അപ്പോൾ അവിടെ കാലത്ത് എന്നുള്ളതും ഇവിടെയാണ് വരേണ്ടത്, കാലത്ത്. നെദ്ഹബു, നമുക്ക് പോകാം എന്നാണ്, അത് ഫ്യൂച്ചറാണ്, നെദ്ഹബു. ഓക്കെ, നെദ്ഹബു. ഇനി ഞാനൊന്ന് പറഞ്ഞു തരാം ഇതിൽ. ഓക്കെ, ഈ ഗ്രീൻ കളർ കാണുന്നത് ഫേലുൽ മുദാരിയാണ്. ഇത് ഫേലുൽ മുദാരി. അതുപോലെ തന്നെ യജ്ലിസു എന്നുള്ളത് ഫേലുൽ മുദാരി, തറക്കു എന്നുള്ളത് ഫേലുൽ മുദാരി, അഫ്അൽ എന്നുള്ളത് ഫേലുൽ മുദാരി, അതുപോലെ തന്നെ നെദ്ഹബ എന്നുള്ളത് ഫേലുൽ മുദാരി. ഇനി അടുത്തത് ഫീലുൽ മാലിയിൽ എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്ന് കാന, മറ്റൊന്ന് റഅ, ഫക്കറ, വസബ, അൻകദ, കാലത്ത്. ഇതൊക്കെയാണ് ഫീലുൽ മുദാരിയിൽ ഫീലുൽ മാലിയിൽ എഴുതേണ്ടത്, പാസ്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് നെസിലു ബൈനൽ അമൂദത്തൈൻ. ഇവിടെ എന്താണ്? ഇതിൽ നിന്നും മാച്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് താരീഹുൻ മുവജ്ജസുൽ ലിസമനി. രണ്ടാമത്തേത് ഷായിറു നെയില് സയ്യിദാത്തുൽ ഖമർ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തേത് താരീഹുൻ മുവജ്ജസുൽ ലിസമനി, അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്, സ്റ്റീഫൻ ഹോക്കിങ്സ്. ഓക്കെ, രണ്ടാമത്തേത് ഷായിറു നെയ്ലി എന്നറിയപ്പെടുന്നത് ഹാഫിൽ ബക്ക് ഇബ്രാഹിം ആണ്, ഹാഫിൽ ഇബ്രാഹിമിനെയാണ് അറിയുന്നത്. അടുത്തത് സയ്യിദാത്തുൽ ഖമറി എന്ന് പറയുന്നത് ജൂഹ ഹാരിസി ആണ്, ജൂഹ ഹാരിസി. ഇനി അടുത്തത് നെഹ്താർ ജവാബ് സൊഹിഹ മി മുറബൈ വനുക്കമ്മിലുൽ ഫറാഗ്. ശരിയായിട്ടുള്ള ഉത്തരം ഈ ബോക്സിൽ നിന്നും കണ്ടുപിടിക്കുക, എന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഏതാണ്? സ്വാറൽ കിത്താർ. കിത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇത് അല്ലേ, സ്വാറൽ കിത്താർ. കിത്താർ എന്താ ചെയ്യുന്നത്? അവിടെ കിത്താറിൻ്റെ സൗണ്ടാണ് നമ്മളവിടെ എഴുതേണ്ടത്. കിത്താറിൻ്റെ സൗണ്ട് സ്വാറൽ കിത്താർ, കിത്താർ ആയി തീർന്നു. സെരി എൻ. ഓക്കെ, സെരി എൻ എന്നതാണ് അവിടെ വരുന്നത്, സെരി എൻ.
ഇതാണ് ഒന്നാമത്തേതിൽ വരുന്നത്. ഇനി ഡാഷ് ബുസ്താനു ജമീലൻ, ബുസ്താന് എന്തായി? നല്ല ഭംഗിയുള്ളതായി. അപ്പോൾ അവിടെ അസ്ബഹ എന്നുള്ളതാണ് വരേണ്ടത്, അസ്ബഹ. അടുത്തത് ഡാഷ് അൽ അബ കുറത്തുൽ ഖദം, അവിടെ എന്ത് വരണം? അവിടെ അൽ അബ എന്നായതുകൊണ്ട് തന്നെ അൽ അബ എന്ന് പറയുന്നത് ഞാൻ കളിക്കുമ്പോഴാണ് പറയുക. അപ്പോൾ അത് അന അൽ അബ എന്നാണ് വരേണ്ടത്, അന അൽ അബ. ഇനി അടുത്തത് നെഹ്നു, എന്താണ് നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ, ഡാഷ് ദറസ് ബുക്ക്. അപ്പോൾ എന്താണ്? നെക്റൗ എന്നാണ് വരേണ്ടത്. നെക്റൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വായിക്കുക, ഞങ്ങൾ വായിക്കുന്നു, ബുക്ക് എന്നതാണ് അവിടെ വരേണ്ടത് നാലാമതായിട്ട്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് ഇതിലെ ആറാമത്തെ പ്രവർത്തനമാണ് നെക്റോൽ ഹുത്തുബ ശുക്രം വനോയിദുൽ ബർനാമിജ്. നിങ്ങൾ ഈ ഹുത്തുബത്ത് ശുക്ർ, നന്ദി പ്രസംഗം കേൾക്കുക, എന്നിട്ട് താഴെയുള്ള ബർനാമിജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തേത് അൽക്ക ഹംദാൻ കലിമത്ത് ശുക്ർ ഫി ഹഫ്ലത്തിൻ തസ്ലീമിൽ ബൈത്തിൻ ജദീദ്. എന്താണ്? ഞാൻ ഹംദാനാണ് കലിമത്ത് ശുക്ർ പറയുന്നത്, ഈ ഒരു പുതിയ വീടിൻ്റെ പരിപാടിക്കാണ് പറയുന്നത്. നെക്റോ ഹുത്തുബത്തൻ വനോയിദുൽ ബർനാമിജ്, അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം? ഈ ബർനാമിജൊക്കെ ഒന്ന് നോക്കാം. യഹ്വാനി ലൈസാൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹാലിയൻ തമ്മത്ത് തസ്ലീമു ബൈത്തിൻ ജദീദിൻ ബനാഹു തുല്ലാബു മദ്രസത്തിന. അപ്പോൾ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടെ ഒരു പുതിയ വീടുണ്ടാക്കി കൊടുത്തതാണ്. ഫി ഹാദിയൽ മുനാസിബ അഷ്കുറു ലി വസീറിൽ മാലിയ അല്ലദി ഇഫ്തദൽ ഹഫ്ല. അപ്പോൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആരാണ്? വസീറുൽ മാലിയാണ്, അഥവാ ധനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം ശുക്ർ പറയുന്നത്. വൗക്കദ്ദിമ ശുക്ര അലി റൈസിൽ മജ്ലിസിൽ കറബി അല്ലദി റസൽ അഫ്ല. ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കത് അൽക്ക അലുവുൽ മജ്ലിസുൽ കറിയ അമീൻ അൽ മുദരിസീൻ അൽ കലിമാത്തി തഹാനി. നന്ദി പ്രസംഗം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്. ദെൻ അഷ്കുറുഹുമ ശുക്രൻ ജസീലൻ, ബാക്കി എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അഷ്കുറു ഐലൻ നാദിറി മദ്രസ അല്ലദി അൽക്ക കലിമത്തു തർഹീബ്. കലിമത്തു തർഹീബ് സ്വാഗത പ്രസംഗം പറഞ്ഞിട്ടുള്ള നമ്മുടെ മദ്രസയുടെ നാദിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർക്കും ഞാൻ നന്ദി പറയാണ്. അഷ്കുറുക്കും ജമീയൻ, എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ താഴെയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തേത് തർഹീബ് എന്നുള്ളതാണ്. ആരാണ് ഇവിടെ തർഹീബ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് തർഹീബ് പറഞ്ഞിട്ടുള്ളത് നാദിറുൽ മദ്രസയാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നാദിറുൽ മദ്രസ എന്നുള്ളതാണ്, നാദിറുൽ മദ്രസ. അടുത്തത് റിയാസത്താണ്. ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ആരാണെന്ന് പറഞ്ഞത്? അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് റയീസുൽ മജ്ലിസുൽ കർവി എന്നുള്ളതാണ്. ഓക്കെ, റയീസുൽ മജ്ലിസുൽ കർവി. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. കറിയ. ദെൻ അൽ ഇഫ്തിതാ ആരായിരുന്നു? നമ്മുടെ വസീറത്തുൽ മാലിയാണ്. അപ്പോൾ ഇവിടെ വസീറുൽ മാലിയ. നെക്സ്റ്റ് തഹാനി, രണ്ടുപേര് ആശംസ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആരായിരുന്നു? ഒന്ന് ഉലുവുൽ മജ്ലിസുൽ കറിയാണ്. ഓക്കെ, ഉലുവുൽ മജ്ലിസുൽ കറിയ. കൂട്ടുകാർ നന്നായിട്ട് എഴുതുക കേട്ടോ. ഉലുവുൽ മജ്ലിസുൽ കറിയ. അത്തഹാനി മറ്റൊന്ന് പറയുന്നത് അമീനുൽ മുദരിസീനെയാണ്. ഓക്കെ, അമീൻ മുദരിസീൻ. ഓക്കെ, ഇനി നാദിറുൽ മദ്രസ ആരായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. നാദിറുൽ മദ്രസ ആരായിരുന്നു എന്നും കൂടെ നമ്മളവിടെ എഴുതി കൊടുക്കണം. നാദിറുൽ മദ്രസയായിരുന്നു തർഹീബ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ, പിന്നെയും എന്തോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് അത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. നെക്സ്റ്റ് വൺ നെക്രോൽ ബയാൻ കമ്മിലുൽ ഹിവാർ. താഴെയുള്ള ബയാന് വായിക്കുക, എന്നിട്ട് അതിൽ നിന്നും ഈ ഒരു ഹിവാർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹദസത്ത് കാരിസത്ത് തൊബിയത്തൻ ഫി കറിയത്തിൻ സ്വബാഹല്യോ ഇൻഹദമത്ത് അഷ്റത്ത് ബുയൂത്തി വ ഫുക്കിദത്ത് ഹയാത്തിൻ അർബഅത്ത റിജാൽ വാജിഅത്ത് അഹ്ലുൽ ഖറിയ മഅസതൻ ബിസിക്കത്തിൻ നഫ്സി വത്താഉൻ ജാൽ മുദവ്വിയൂൻ വീഡിയോ ഇലാ ഖറിയത്തി ലിത്തദ്വീൻ ഹാദിസ ഫദാറ ബൈനഹു വദാറ മുദീറുൽ മുഖാത്തത്തിൽ ഹിവാർ. അഥവാ ഒരു
അപ്പോൾ ഇവിടെ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ. അപ്പോൾ അതിൽ 10 വീടുകൾ ഇതായി പോയി. മാത്രമല്ല 60 റിജാൽ 40 പുരുഷന്മാരെ കാണാതായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു വ്ളോഗർ വന്നിട്ട് ചോദിക്കുകയാണ് മുദീറുൽ മുഖാത്തബയോട്, അഥവാ പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അൽ മുദവ്വീൻ മസാൽ ഖൈർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മുദീറുൽ മുഖാത്തബത്ത് എന്ത് പറയണം? മസാ അന്നൂർ എന്ന് പറയണം അല്ലേ? മസാ അന്നൂർ. ഇനി മത്താ ഹദസത്തിൽ കാരിസ എപ്പോഴാണ് ഇത് നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക? സ്വബാഹൽ യൗം എന്ന് പറയണം അല്ലേ? രാവിലെയാണ് നടന്നത്. സ്വബാഹൽ യൗം. ഇനി മുദവ്വീൻ എന്തോ ചോദിക്കുന്നുണ്ട്. മുദീർ പറയുന്നുണ്ട് ഇൻഹദമത്ത് അഷറത്ത് ബുയൂത്ത്, എന്താണ് 10 വീടുകൾ നശിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ടാവുക കൂട്ടുകാരെ? കം ബുയൂത്തൻ ഇൻഹദമത്ത് എന്നുള്ളതായിരിക്കും അല്ലേ? എത്ര വീടുകൾ നശിച്ചു പോയി. അപ്പോൾ കം ഇൻഹദമത്ത് അല്ല, കം ബുയൂത്തൻ ഇൻഹദമത്ത്. ഓക്കെ, ഇനി താഴേക്ക് നോക്കൂ. അടുത്തത് കം റജുലൻ മാത്ത ഫിൽ കാരിസ, ഇതിൽ എത്ര പുരുഷന്മാരാണ് മരിച്ചു പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ്? 40 ആണല്ലേ? അവിടെ പറയുന്നുണ്ട് 40 റജുലൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക, 40 റിജാലൻ. കൈഫ വാജയത്ത് അഹ്ലുൽ കറിയിൽ മസ്അദ, ഇപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം എങ്ങനെയാണ്? ബിസിക്കത്തിൻ നഫ്സി വത്താവുൻ എന്നാണ് വേണ്ടത്. ബിസിക്കത്തി വളരെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷനിലായിരുന്നു അവൾ വളരെ ജീവിച്ചിരുന്നു, നല്ല രീതിയിൽ സഹവർത്തിത്വത്തോടെ ജീവിച്ച ആളുകളാണെന്ന് അർത്ഥം. ഓക്കെ, നഫ്സി വത്താവുൻ. നെക്സ്റ്റ് മുദവ്വീൻ ശുക്രൻ പറയാണ്, മുദീറുൽ മുഖാത്ത അഫ്വാനും പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. നെക്രൗൽ ഹിവാർ വനു ഇദ്ദുൽ മുദക്കിറ ദാത്തിയ, എന്താണ്? ഓരോരുത്തർ അവരുടേതായ മുദക്കിറ പറയുന്ന രീതിയിൽ ഒരു ഹിവാറിനെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ഒരു ക്ലോക്ക് ആണല്ലോ, അത് പറയാണ് മർഹബൻ അഹ്ലൻ ബിക്ക, വായോ എന്ന് പറയാണ്. മൻ അൻതിയ സ്വദീഖത്തി, നീ ആരാണ് എൻ്റെ പ്രിയ കൂട്ടുകാരി? അപ്പോൾ പറയാറ് അനസാ, ഞാനൊരു ക്ലോക്കാണ്. വാൻ നീയോ? അന കിതാബ്, ഞാനൊരു പുസ്തകമാണ്. അയിന തസ്കുനീന, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ആ ക്ലോക്ക് പറയാണ് അസ്കുനു അല ഐദിന്നാസ്, ഞാൻ ജനങ്ങളുടെ കയ്യിലാണ്. അഥവാ സാ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് എന്നും വാച്ച് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ വാച്ച് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിമ തസ്കുനീന അല ഐദിന്നാസ് ദായിമൻ, നീ എന്തിനാണ് എപ്പോഴും ആളുകളുടെ കയ്യിൽ താമസിക്കുന്നത്? പറയാണ് ഉസായിദുന്നാസ ലി ഇരിഫൽ വക്കത്ത്, സമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ജിസ്മിക്ക, ഞാൻ അള്ളാഹു ജിസ്മിക്ക, നീ ഏത് ഇതാണെന്ന് ചോദിക്കുകയാണ്, നിൻ്റെ ശരീരത്തിൽ ഏതാണത് ഉപയോഗിക്കുന്നത്. ലീ സെലാസു അക്കാരിബ്, എനിക്ക് 3 സൂചികളുണ്ട്. വഹിയ തെജിരി കുല്ല വക്ത്, അതിൽ നിന്നും ഏത് സമയവും നമുക്ക് മനസ്സിലാക്കാം. ലിമാദ അൻത സെമീന യാഹി, നീ എന്തിനാണ് ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? ലീ സുഹ്ഫുൻ അദീദ, എൻ്റെ അടുത്ത് ഒരുപാട് പേജുകളുണ്ട്. അഹ്മിലു ഉലൂമൻ കസീറ, എൻ്റെ അടുത്ത് ഒരുപാട് അറിവുകൾ ഞാൻ വഹിക്കുന്നുണ്ട്. അയിന തസ്കുനു, നീ എവിടെയാണ് താമസിക്കുന്നത്? അസ്കുനു ഫി റഫിൽ മക്തബ, ഞാൻ ലൈബ്രറിയിലൊക്കെ ഷെൽഫിലാണ് താമസിക്കുന്നത്. ഷെക്കലിക്ക് ദായിരത്തൻ ജമീലൻ ജിദ്ദൻ, എന്താണ്? എൻ്റെ അടുത്ത് ഒരുപാട് രൂപങ്ങളും ഭംഗികളൊക്കെ ഉണ്ട്. ഷെക്കലിക്കു മുറബൻ ഐലൻ ജമീലൻ ജിദ്ദൻ, നിൻ്റെ ഈ ഒരു എന്താ പറയുക സർക്കിളുള്ള ഈ രൂപം തന്നെ ഒരുപാട് ഭംഗിയുള്ളതാണ്. ശുക്രൻ യാ ഹബീബത്തി മാ സലാമ, ശുക്രൻ പറഞ്ഞുകൊണ്ട് പോവാണ്. ഫി അമാനില്ല, പിന്നെയും കണ്ടുമുട്ടാം എന്ന രീതിയിൽ പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എഴുതാം അന കിതാബ്, ഞാനൊരു കിതാബാണ്. പിന്നെ എന്ത് എഴുതാം? പിന്നെ ഇതിനുള്ള സ്പെഷ്യാലിറ്റി ഇവിടെ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അസ്കുനു ഫി റഫിൽ മക്തബി ഷെക്കിലുക്ക ദായിറൻ ജമീലൻ ഷെക്കിലി മുറബ്, ഇവിടെ ഷെക്കിലി എന്നാക്കി മാറ്റുക. ഷെക്കിലി മുറബോ നൈലൻ ജമീലൻ ജിദ്ദൻ, ഇത് രണ്ടും എഴുതിയാൽ മതി. ഇനി അനസാ, ഞാനൊരു വാച്ചാണ്. പിന്നെന്താണ്? ഉസായിദുന്നാസ ലി തരീഫിൽ വക്തി ലി സലാസത്തു അക്കാരിബൻ വഹിയ എന്നുള്ളിടത്ത് എന്താ പറയുക ഇന്ദി എന്ന് എഴുതുക. ഇന്ദി, എൻ്റെ അടുത്ത് ഉണ്ട്. ഇന്ദി തജിരി കുല്ല വക്തി എന്ന് എഴുതിയിട്ട് നിർത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് താഴെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫിൽ മാദി മുദാരി ഒക്കെ മനസ്സിലാക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.